ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ 2025 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് കോപ്പറിൻ്റെ ഇതിൽ കുറേ കാറുണ്ട്. മിനി കൂപ്പർ കുറേ വണ്ടിയുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള താറും പിന്നെ വേറൊരു വണ്ടി. ഇതാണ് നമ്മളെ വണ്ടി, KL13 AY 1212 ഫാൻസി നമ്പർ. അലോയിലെല്ലാം മാറ്റാൻ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഒരിക്കൽ കയറ്റാൻ പ്ലാനുണ്ട്, അല്ലാണ്ട് ശരിയാവില്ല. വണ്ടിയിലെടുക്കാൻ കുറച്ച് പണിയാണ്. ഇതിൽ ചെറുങ്ങനെ തട്ടിയാൽ തന്നെ പൈസ നടക്കണം. ഇതിൽ നമുക്ക് മൾട്ടിപ്ലയർ കളിക്കാൻ നമുക്ക് കുറേ സിറ്റിയുണ്ട്, വീടുണ്ട്. വീടിനെല്ലാം 500 എത്രയോ സംതിങ് ഡോളേഴ്സ് വേണം. അപ്പോൾ കൊണ്ടിരിക്കുന്നു ലോഡായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഓഫ് റോഡാണ്. ഓഫ് റോഡ് കാണിച്ചാണ്. നമുക്ക് ഓഫ് റോഡ് പോയി നമുക്ക് വേറെ സ്ഥലത്ത് പോയി. ഇതിപ്പോൾ ക്യാമറ കുറേ മോഡലുണ്ട്, അടിച്ചാൽ തീർന്ന്. ഓക്കെ, ആക്സിലേഷൻ കൊടുക്കാം. ഇതിൻ്റെ സസ്പെൻഷൻ കൂട്ടിന്, പിന്നെ കളർ മാറ്റിന്, കുറേ കിറ്റും ഓഫ് റോഡ് കിറ്റെല്ലാം കയറ്റിന്, ഓഫ് റോഡ് വീല് കയറ്റിന്, ബ്രേക്ക് സിസ്റ്റം എല്ലാം കയറ്റിന്. നമുക്കിപ്പോൾ ഇവിടെ പോവാം. സ്പോട്ട് കിട്ടുമായിരിക്കും. നമുക്കിവിടെ പോവാം. ബ്രേക്ക് ചവിട്ടി വണ്ടി ഇപ്പോൾ കേട്ടിട്ടുണ്ട്. വണ്ടീൻ്റെ സസ്പെൻഷൻ കിട്ടുമെന്നേ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് റിസ്ക് ഉണ്ട്. എനിക്ക് കുറേ ആയി കാണിച്ചിട്ട്. സസ്പെൻഷൻ കുറച്ച് കിട്ടുമോ കണ്ട അനങ്ങിയിട്ടില്ലല്ലോ വണ്ടി. അടിച്ചാൽ പിന്നെ പൈസ പോവും. ഓക്കെ, ഇതിൽ നമുക്ക് മൾട്ടിപ്ലയർ കളിക്കും. ഇപ്പോൾ വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ചങ്ങായിമാർക്ക് കൊടുക്കണമെങ്കിൽ അതിനും കൊടുക്കാം. $10 $10, $1 $1. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ ഇല്ലാത്ത ചങ്ങായിമാരാണെങ്കിൽ ആ ചങ്ങായിക്കെല്ലാം പൈസ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തുണ്ടെങ്കിൽ ഇവിടെ കുത്തിക്കാട്ടിലല്ലോ വണ്ടി പോയി. എന്തില്ല അതിനാ ബാക്കിയോ കണ്ട വണ്ടി കുലുങ്ങുന്നുണ്ടോ? അതാണ് ഈ വണ്ടിയുടെ പവറും. ഇതിൽ പൊട്ടുന്ന വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ റേസ് വെക്കാം. പോലീസിൻ്റെ കിറ്റെല്ലാം കയറ്റിണെങ്കിൽ പോലീസിൻ്റെ കിറ്റ് ഇപ്പോൾ നമുക്ക് ഫൈൻ ഇട്ടിട്ട് നമുക്ക് പൈസ ആക്കാം. വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങായിമാർപ്പനെ കുറേ ദൂരം ഉണ്ട്. പിന്നെ നമുക്ക് മാപ്പുണ്ട്, സ്പീഡ് ഇതാക്കാൻ കഴിയും, മൊബൈലുണ്ട്. ഇതിപ്പോൾ ഓഫ് റോഡിൽ നിന്ന് പുറത്തോട്ടൊക്കെ നമുക്ക് ആ ലൊക്കേഷൻ പോവാം. കുറച്ച് സ്പീഡ് പോകേണ്ടി വരും. പാട്ട് ഇടാൻ എനിക്കല്ലേ ശരി. ഇതിൻ്റെ അടുത്ത് പാട്ട് ഇടാൻ എനിക്ക് നല്ല സുഖം. നല്ല രീതിയിൽ പോവാം. പറഞ്ഞിട്ട് കാര്യമില്ല. കൊലുക്കത്ത് നല്ല വണ്ടിയുടെ പാർട്സ് തെറിച്ചു പോകും. ഒറിജിനലാണെങ്കിൽ തെറിച്ചു പോകും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗെയിമായതുകൊണ്ട് തെറിച്ചിട്ട് ഒറിജിനൽ ഫീൽ കിട്ടണമെങ്കിൽ കിട്ടും. ഹെഡ്ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത് വണ്ടി കളർ മാറ്റാൻ പൈസ ഉണ്ട്. നമ്പർ പ്ലേറ്റ് അങ്ങനത്തെ സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്യാനുള്ള പൈസ, റിം മാറ്റാൻ പൈസ ഉണ്ടോ, സസ്പെൻഷൻ താത്താൻ മോട്ടിക്കാനും പൈസ ഉണ്ട്. പിന്നെ നമുക്ക് ഈ എൻജിന് മാറ്റാൻ കഴിയും. V8 എൻജിന് കിനെ ഇല്ല മുന്നോട്ട് വണ്ടിയാണ്. ഇത് പോയിക്കന്നെ പൈസ പോകും. അതത്ര ഇതിൻ്റെ അടുത്ത് വണ്ടിയൊന്നും നല്ലതല്ല. എടുക്കുകയാണോ പെട്രോൾ പമ്പിൽ കയറ്റല്ലേ? പെട്രോള് കുറവാണ്. ഫുൾ ടാങ്ക് അടിക്കാം. ഫുൾ ടാങ്ക് വേണ്ടല്ലോ.
ഇതമ്മ ജസ്റ്റ് പോവാൻ നിന്നോട്ട് ഇവിടെ വാഷിങ്ങിൻ്റെ ഇതുണ്ടെങ്കിൽ ഇതാക്കാന്ന് വെച്ചാൽ കയറി നോക്കി. വാഷിങ്ങിൻ്റെ ഇതില്ല. ഇതിപ്പോൾ ഞാൻ വേറെ മൊബൈലിൽ കയറ്റിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. എൻ്റെ മൊബൈൽ കുറച്ച് പണിയായി. അപ്പോൾ എൻ്റെ മൊബൈൽ എന്താ പറയുക, ഇത് പുതിയ അപ്ഡേറ്റ് ആയിട്ട് മാറ്റിയാൽ എൻ്റെ മൊബൈൽ കുറച്ച് പണിയുണ്ട്. എൻ്റേത് സ്ക്രീനാണെങ്കിൽ ടച്ച് വന്നിൽ പഴയ മോഡലാണ്, റെഡ്മി A9 ആണ് എൻ്റേത്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഇറക്കണമെന്നുണ്ട്, ബട്ട് നോ ക്യാഷ്. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഓക്കെ, ഇതിൽ നമുക്ക് സെൻസറുണ്ട്. ഇത് മീഡിയമിലിടുക, ഡ്രൈവിലിടുക. ഓക്കെ, ഇത് ഡ്രൈവിലാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കാണ് വണ്ടി. ഇതിൽ നമുക്ക് വിൻറ്റേജ് വണ്ടി ഉണ്ട്, മസ്റ്റാങ് ഉണ്ട്, കുറേ വണ്ടി ഉണ്ട്. ജി വാഗൻ ഉണ്ട്, ഓഫ് റോഡ് വണ്ടി ഉണ്ട്. നേരത്തെ കണ്ട 100 ഇതായിട്ടുള്ള സ്പീഡ് മീറ്റർ ഷേപ്പിലായിട്ടുള്ള സാധനം, അതിൽ നമ്മൾ 100 അവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇത് ആകില്ല, 100 പവർ അവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഈ എന്തിനാ പറയുക, ക്യാഷ് കിട്ടും കുറച്ച്. പക്ഷേ ബാക്ക് നമ്പർ പ്ലേറ്റ് അങ്ങനെ മറ്റേ ടൈപ്പ് നമ്പർ പ്ലേറ്റ് വെക്കാമെന്ന് വിചാരിച്ചു പോകാം. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ രാത്രിയിലാവും. ഹെഡ്ലൈറ്റ് ഇട്ട് ഇത്രയും പവറുണ്ട്. ഡ്രിഫ്റ്റ് അടിക്കുക, സുഖത്തി കാട്ടിക്കുക. ന്യൂട്രുണ്ട്, പാർക്കിംഗ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, മാനുവലുണ്ട്. ഇതിൻ്റെ നമുക്ക് സ്റ്റാരിങ് വേണ്ടെങ്കിൽ മറ്റേ സംഭവം കുഞ്ഞിപ്പിള്ളറോടൊക്കെ ഇതിലിടാം. വണ്ടി ഓഫാക്കാൻ കഴിയും, ലോക്ക് ഇടാൻ കഴിയും, ഹാൻഡ് ബ്രേക്ക് ഇടാൻ കഴിയും, ഹോൺ അടിക്കാനും കഴിയും, ഹെഡ്ലൈറ്റ് ഇടാൻ കഴിയും, ഇൻഡിക്കേറ്റർ ഇടാനും കഴിയും, ചാറ്റും ചെയ്യാൻ കഴിയും, ചാറ്റെല്ലാം ചെയ്യാൻ കഴിയും. പിന്നെ പോരാണ്ട് മൈക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഓപ്ഷൻ ഉണ്ട് മൾട്ടിപ്ലയർ വിളിക്കുമ്പോൾ. മൾട്ടിപ്ലയർ വിളിക്കാൻ ആർക്കും കിട്ടാത്തതാണ്. എനിക്ക് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ വേറെ സിറ്റിയാണ്. ഇപ്പോൾ ഹൈവേയിലോട്ട് കയറാം. എത്തിക്കില്ലാന്ന് തോന്നുന്നു. നമ്മളെല്ലാം മാപ്പ് നോക്കിയിട്ടാണ് ഇതാക്കാൻ പോകുന്നത്. അങ്ങനെ ബാക്ക് ഭാഗം വണ്ടി കയറ്റുള്ളുണ്ട്. പിന്നെ പേടിക്കണ്ട, റിമ്മ് ഫുൾ സൈസാണെന്നുണ്ട്. അതിനെ കുറച്ചിട്ട് ഓവർ സൈസ് മാറ്റിയതാണ്. ഇൻഡിക്കേറ്റർ ഇട്ട് അതിൻ്റെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കഴിയും. കേട് പോയി ചെരുപ്പ് മറ്റേ മനീസ്റ്റിൻ്റെ ലുക്കുണ്ട്, പോലീസിൻ്റെ ലുക്കുണ്ട്, അതെല്ലാം ചെയ്യാം. പക്ഷേ ഈ കോയിൻസ് അങ്ങനെ സ്പീഡ് എടുക്കേണ്ടടുത്ത് എടുക്കണം, സ്ലോ ആക്കേണ്ടടുത്ത് സ്ലോ ആക്കണം. ഈ ഹോൺ അടിക്കേണ്ട അടുത്ത് ഹോൺ അടിക്കണം, ഹോൺ അടിക്കാണ്ട് എടുക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് പോകേണ്ടത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റെല്ലാം ഇടണം. അല്ലാതെ ഇപ്പോൾ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് ആരും കമൻറ്റ് ഒന്നും ഇടുന്നില്ല. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അവിടെ എത്തുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിന് 1 GB ആണ്
വരുന്നത്. പക്ഷേ അതിന് 1 GB ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഈ ഗെയിമിനുണ്ട്. ഗ്രാഫിക്സ് ആയിട്ട് ഇപ്പോൾ ചെറിയ ലാഭം ഇടാണ്ട് തന്നെ. അപ്പോൾ നിങ്ങളടുത്തിട്ട് ഞാൻ പറയുന്ന കല്ലെടുത്തിട്ട് ഓരോ ഇട്ടാന്നല്ല, ജസ്റ്റ് ആ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ പണിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഇടുക. ലൈക്കിൻ്റെ നേരം അമർത്തിയിട്ട് അത് വെള്ള കളറാണ്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാൻ പോകുന്നുണ്ട്, സർപ്രൈസ് ആണ്. ആദ്യം കയറ്റിയ സമയത്ത് ഇവിടെ മണ്ണൊന്നല്ല ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ ചൂട് വരണം, ഉണങ്ങി വരേണ്ട പോലെ. കൊട്ടാര ഇതെല്ലാം പുതിയതായിട്ട് വന്നേ വണ്ടി. ഈ മഞ്ഞ സമയത്ത് സ്പീഡിൽ പോകാൻ പറ്റില്ല. കൊട്ടാരിൽ ഇവിടെ എത്തിയ രാജകൊട്ടാരം കയറി വെക്കാം. ഇവിടെ കയറി അടിച്ചിട്ടില്ല. ബാക്കി നമുക്ക് എടുത്തേക്കാം. വണ്ടിൻ്റെ റിമ്മല്ല കിടു. എന്താ പള്ളിയാ നോട്ടറിൽ നമുക്ക് നോക്കാം. വൈബ്. അപ്പോൾ 17% ഉള്ള മൊബൈലിന്. നമ്മളെ മൊബൈലിൻ്റെ ശതമാനം ഡ്രോൺ എടുത്തതിന് ഇവിടെ കാണിക്കൂ. ഇതാണ് സെറ്റിങ്സ്. വണ്ടിൻ്റെ സസ്പെൻഷൻ. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ന്യൂട്രൽ ഇട്ടിട്ട് വണ്ടി മുമ്പോട്ട് വരുന്നു. എന്താണെന്ന് ശരി. ഈ വണ്ടിൻ്റെ പെട്രോള് നടക്കും. നമുക്ക് ഫസ്റ്റ് കയറ്റിയ ഉടനെ ഹോണ്ടൻ്റെ ഒരു ബ്ലാക്ക് കളർ വണ്ടി ഉണ്ടാവും. നോർമലി ഒരു മോഡൊന്നും ഇല്ലാണ്ട് നമുക്ക് അത് കളർ മാറ്റാം. ഇതെല്ലാം ചെയ്യാം. നമുക്ക് പാർക്കെല്ലാം ചെയ്ത് അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം. കുറച്ച് റിസ്ക് അത് അടുത്ത് നമുക്ക് വേണമെങ്കിൽ സ്പോർട്സ് വണ്ടി, ഓഫ് റോഡ് വണ്ടി, എല്ലാ വണ്ടിയും കിട്ടുകയും ചെയ്യും ഓടിക്കാൻ ഫ്രീ ആയിട്ട്. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി പൊട്ടുന്ന വണ്ടിയായിരിക്കും കിട്ടുക. ബെൻസ്, BMW, മസ്താങ് അങ്ങനത്തെ എല്ലാം കിട്ടും. ബാക്കെടുത്ത് ജീപ്പിൻ്റെ മുമ്പ് ചടഞ്ഞു. പോയിട്ട് ശരിയാക്കാം. ബാക്കെടുത്താ പട്ടിക്ക് പിന്നെയോ. സ്റ്റാരിങ് കളിക്കാൻ ഈ വണ്ടിൻ്റെ സ്റ്റാരിങ് ഒറിജിനലായിട്ട് ഓടും പോലെ തന്നെ. തൊട്ടാൽ പിന്നെ നമുക്ക് ഓടിക്കാൻ ചിലയാക്കുമെന്നുള്ളൂ. ഈട അടുത്ത ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ മാപ്പ് എടുത്ത് നമുക്ക് അടുത്ത് പോകാം. ഈ വീഡിയോയിൽ അവിടെ പോകില്ല, അത് ഇറങ്ങി. ഇത് ലോങ് വീഡിയോ ആണ്. ഗെയിമെല്ലാം പരിചയപ്പെടുത്താൻ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സും ലൈക്കും എല്ലാം ആക്കി തന്നെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാം. അവിടെ തന്നെ ലൊക്കേഷൻ തന്നെ.
ഇവിടെ തന്നെ ഗൈസ്. വെറുതെ എന്താ കല്യാണപ്പുര, എന്താ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. വണ്ടി റിപ്പയർ ആയി. ഓക്കെ, വണ്ടിന് മുമ്പ് പോയ പോലെ മീഡിയമിലിടാ. അല്ല, എന്താ പറയുക, മാനുവൽ ഇടാത്ത കാരണം കൊണ്ടൊന്നല്ല. എനിക്ക് അങ്ങനെ ഗിയർ മാറ്റി ഓട്ടോമാറ്റിക്കായി മാനുവലാണ്. ഈ മോഡൽ മാനുവൽ 1 2 3 4 അതിനകത്ത് മറ്റേ ഈ പ്ലസും മൈനസും ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പോൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അതിൻ്റെ മേലെ പൈസ പച്ച കളർ അപ്പുറത്തോട്ട് വന്നാൽ പോലെ അപ്പുറത്തോട്ട് കുറേ ദൂരമുണ്ട്. ഇപ്പോഴത്തെ ഇത്രയും ദൂരമുണ്ട്. ആരും കാണുന്നില്ല. ലൈറ്റ് ഹൗസാണ് കേട്ടോ, ലൈറ്റ് ഹൗസാണ്. ഇവിടെ എത്താൻ ഗിയർ പാർക്കിങ്ങിലിടാം. വണ്ടിയുടെ ടയർ തിരിയുന്നില്ല ഗൈസ്. ഡ്രൈവിലിടാം. വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫ് ചെയ്യണ്ട. നമുക്ക് കുറച്ച് അവിടെ നിർത്തിയിടാം. ന്യൂട്രലിടാം. ഇപ്പം ഇത് ലൈറ്റ് ഹൗസ്. ഇതെന്താ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരും. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസ്. ഇവിടുന്ന് എങ്ങനെ കീയാന്ന് നമുക്കറിയില്ല. തുള്ളാന്നും കയ്യില്ല ഇവിടുന്ന്. അറിയാൻ നാട്ടെടുക്കാൻ ഇതെങ്ങനെ കീയാന്ന് എനിക്കറിയില്ല. അങ്ങനെ കീയാന്ന് എനിക്കറിയില്ല. കീയാനുള്ള വഴിയൊന്നും കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ബൈ.